എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് വളരെ ഈസി ആയിട്ടുള്ള ഒരു മുട്ട റോസ്റ്റിന്റെ റെസിപ്പി ആയിട്ടാണ്. അതും കുക്കറിൽ എങ്ങനെയാണ് ഈസി പീസി ആയിട്ടുള്ള മുട്ട റോസ്റ്റ് തയ്യാറാക്കാമെന്ന് നോക്കാം. ഇപ്പൊ മുട്ട റോസ്റ്റ് എന്ന് പറയുന്നത് നമ്മള് ഹിറ്റ് ആയിട്ടുള്ള മുട്ട റോസ്റ്റ് ഇല്ല, വിനാസ് കറി പോലുള്ള മുട്ട റോസ്റ്റ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അത്രയും മില്യൺസ് ഓഫ് ആൾക്കാർ കണ്ടിട്ടുള്ളതാണ്. ആ മുട്ട റോസ്റ്റിന്റെ സെയിം റെസിപ്പി തന്നെ വേറൊരു വേർഷൻ ചെയ്തു എന്ന് മാത്രം. അപ്പോൾ ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് നേരം വഴറ്റണ്ട, കൈവേദനിക്കണ്ട, ഒരുപാട് നേരം നമ്മൾ ഇങ്ങനെ ഗോൾഡൻ കളർ ആവുന്നത് നോക്കി നിൽക്കാതെ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് കണ്ടാലോ? അപ്പോൾ നിങ്ങൾക്ക് അത് ചെയ്ത് നോക്കുമ്പോഴേ മനസ്സിലാവുള്ളൂ. ലാസ്റ്റ് നമ്മളൊന്ന് വരട്ടിയെടുക്കണമെന്ന് മാത്രം ശ്രദ്ധിച്ചാൽ മതി, അല്ലെങ്കിൽ ആ പച്ച ടേസ്റ്റ് ഉണ്ടാവും. അതൊന്ന് പോയിന്റ് എപ്പോഴും ശ്രദ്ധിക്കണേ. വെളിച്ചെണ്ണ ചേർത്ത് വരട്ടി തന്നെ എടുക്കാം. അപ്പൊ ഈ തിരക്ക് പിടിച്ച ജീവിതത്തിൽ ഇതുപോലെ ഈസി റെസിപ്പീസ് ഉണ്ടെങ്കിൽ പിന്നെ നമ്മുടെ ജീവിതം കുറച്ചും കൂടെ ഈസി ഹാപ്പി ആയിട്ട് മാറില്ലേ? ഈ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണേ പ്ലീസ്. ചെയ്യുമെന്ന് എനിക്കറിയാം. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ തക്കാളി ചട്നി, കുക്കറിൽ തയ്യാറാക്കിയിരിക്കുന്ന നമ്മുടെ ബട്ടർ ചിക്കൻ, വൺ പോട്ട് ചിക്കൻ, അങ്ങനെ ഒരുപാട് റെസിപ്പീസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഈസി പീസി റെസിപ്പീസ്. അതെല്ലാം കൂടി ഞാൻ പ്ലേലിസ്റ്റ് റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ അത് എല്ലാം കണ്ട് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഒട്ടും താമസിയാതെ നമുക്ക് എങ്ങനെയാണ് രുചികരമായിട്ടുള്ള അതേസമയം ഈസി ആയിട്ടുള്ള കുക്കർ മുട്ട റോസ്റ്റ് തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈസി പീസി ആയിട്ടുള്ള മുട്ട റോസ്റ്റ് കുക്കറിൽ തയ്യാറാക്കി നോക്കിയാലോ? നിങ്ങൾ കേട്ടത് ശരിയാണ് കേട്ടോ, നമ്മൾ കുക്കറിലാണ് ഇത്തവണ മുട്ട റോസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പം അതിനുവേണ്ടി നമുക്ക് ഒരു കുക്കർ എടുക്കാം. അതിലോട്ട് 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇപ്പം നാടൻ റെസിപ്പി ആയതുകൊണ്ട് വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. പിന്നെ ഇതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഒരു 6 സവാളയാണ്. സവാള ഇതുപോലെ ഇത്രയും കാണുമ്പോൾ നിങ്ങൾ ഇതിന് ഇത്രയും സവാള എന്ന്, പക്ഷേ ഇതെല്ലാം വരട്ടി വരുമ്പോൾ വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. അപ്പോൾ 6 സവാളയും ഒരു 10 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. ചെറിയുള്ളി ഓപ്ഷനിലാണ് കേട്ടോ. ചെറുള്ളി ഇട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ടേസ്റ്റ് കൂടും, അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഞാനിവിടെ 2 പച്ചമുളക് നെടുകെ കീറിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലോട്ട് നമ്മുടെ സീക്രട്ട് കൂട്ടായിട്ടുള്ള എന്താണ്, ഇഞ്ചി, വെളുത്തുള്ളി, പെരുംജീരകം, കുരുമുളകിന്റെ കൂട്ട് ചതച്ചത് ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ അരച്ചാലും കുഴപ്പമില്ല. അതായത് ഞാനിവിടെ 5 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 1/4 ടീസ്പൂണോളം പെരുംജീരകം, 1/2 ടീസ്പൂൺ കുരുമുളക് മൊത്തത്തിൽ എടുത്തിട്ട് ചതച്ചിരിക്കുന്നതാണ്. അപ്പൊ നിങ്ങളുടെ അടുത്ത് ഇതുപോലെ ഹോൾ ആയിട്ടുള്ള കുരുമുളകും പെരുംജീരകം ഇല്ലെങ്കിൽ അതിന്റെ പൊടി ഉപയോഗിച്ചാലും മതി കേട്ടോ. നമുക്കത് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള മസാലപ്പൊടിയാണ്. ഞാനിപ്പോൾ ഇവിടെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, ഇത്രയും നന്നായിട്ടൊന്ന് ചെറിയ തീയിൽ 2-3 മിനിറ്റോളം ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ഈ പൊടി നമുക്ക് ഇതിലോട്ട് അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇതിന്റെ എല്ലാം ഡീറ്റെയിൽ ആയിട്ടുള്ള മെഷർമെന്റ്സ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ട്. അത് ഞാൻ പണ്ട് പോസ്റ്റ് ചെയ്തിരുന്ന മുട്ട റോസ്റ്റിന്റെ റെസിപ്പി തന്നെയാണ്, ഒരു മാറ്റവും ഇല്ല, ചെയ്യുന്ന രീതി മാത്രം വ്യത്യാസമുള്ളൂ കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് ഒരു മീഡിയം നല്ല പഴുത്ത തക്കാളി, 1/2 ടീസ്പൂണോളം ഉപ്പ് നമുക്ക് ആദ്യം തന്നെ ഒരുപാട് ഇടാൻ പാടില്ല, നോക്കിയിട്ട് വീണ്ടും വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം. പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇത്രയും ചേർത്തല്ലോ നമ്മൾ. ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് കൈ വെച്ചിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതൊന്ന് മിക്സ് ചെയ്തത് ഒരു 10 മിനിറ്റോളം അടച്ചു വെച്ചോളൂ. അതിനുശേഷം നമുക്ക് കുക്ക് ചെയ്യാം. അതേസമയം തിരക്കാണെന്നുണ്ടെങ്കിൽ പ്രശ്നമൊന്നുമില്ല, ഇപ്പൊ തന്നെ നമുക്ക് അങ്ങ് റെഡിയാക്കി എടുക്കാം. നല്ലോണം ഞെരടാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതിന്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ സാധാരണ നമ്മൾ മുട്ട റോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ ഞാൻ പറയാറില്ലേ, നല്ല ഗോൾഡൻ കളർ വരെ ഈ സവാള വഴറ്റണമെന്ന്, ആ പണി നമുക്ക് ഒഴിവാക്കാൻ പറ്റും. പിന്നെ അതൊരു 90% ആ ടേസ്റ്റും കിട്ടും. 100% ഞാൻ അവകാശപ്പെടുന്നില്ല, പക്ഷെ എന്നാലും ഈ പറഞ്ഞ പോലെ നമുക്ക് പ്രത്യേകിച്ച് എന്നെ പോലുള്ള ആൾക്കാർക്ക് ഇപ്പോൾ കൈകൊണ്ട് അധികം ഒരുപാട് ജോലിയൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ വളരെ എളുപ്പമായിരിക്കും ഈ സംഭവം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് അല്പം മാത്രം, ഒരു 1/4 ഗ്ലാസ് പോലും വേണ്ട, കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതൊന്നും അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അടി പിടിക്കൊന്നുമില്ല, എന്നാലും നമുക്ക് റിസ്ക് എടുക്കേണ്ടതാന്ന് വെച്ചിട്ടാണ്. നമുക്കിത് വറ്റിച്ചെടുക്കേണ്ടതാണ്. അപ്പൊ ഇത് റോസ്റ്റ് ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഇതെല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ടല്ലോ. കുക്കർ നമുക്ക് അടയ്ക്കാം. എന്നിട്ട് ലോ ഫ്ലെയിമിൽ 4 വിസിൽ കേട്ടോ. ലോ ഫ്ലെയിമാണ് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ഹൈ ഫ്ലെയിമിലോ മീഡിയം ഫ്ലെയിമിലോ അല്ല, ലോ ഫ്ലെയിമിൽ നമുക്ക് 4 വിസിൽ കഴിയുമ്പോൾ ഓഫ് ചെയ്തിടുക. എന്നിട്ട് കംപ്ലീറ്റ് പ്രഷർ പോയതിന് ശേഷം മാത്രം നമുക്ക് പ്രഷർ കുക്കർ ഓപ്പൺ ചെയ്ത് നോക്കാം കേട്ടോ. ഇതിന്റെ 4 വിസിൽ വന്നിട്ടുണ്ടായിരുന്നു, ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ കംപ്ലീറ്റ് പ്രഷർ മാറിയിട്ടുണ്ട്, നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇപ്പൊ നോക്കൂ, നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഈ സവാളയൊക്കെ നല്ലോണം കുക്കായിട്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായി ഇത് വറ്റിച്ചെടുക്കണേ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് അല്പം ഷുഗർ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഞാൻ സാധാരണ മുട്ട റോസ്റ്റിൽ ഒരു അല്പം ഷുഗർ ചേർക്കാറുണ്ട്. അത് ആ ടേസ്റ്റ് എൻഹാൻസ് ചെയ്യും. എൻ്റെ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയവർക്ക് അറിയാൻ പറ്റും. തികച്ചും ഓപ്ഷനിലാണ് കേട്ടോ.
ഇനി ഗ്യാസ് ഓൺ ചെയ്ത് കൊടുക്കാം. നമുക്കിതിലോട്ട് 1 ടേബിൾ സ്പൂണും കൂടെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം മീഡിയം ഫ്ലെയിമിലിട്ട് ഇതൊന്ന് നന്നായിട്ട് വറ്റിച്ചെടുക്കണേ. ഈ റെസിപ്പി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ മുട്ട റോസ്റ്റിന്റെ സെയിം റെസിപ്പി, സെയിം ഇൻഗ്രീഡിയൻസ്, സെയിം അളവ്, അതേസമയം ചെയ്യുന്ന രീതി മാത്രം വ്യത്യാസമാണ്. അപ്പോൾ എൻ്റെ ഒരു സബ്സ്ക്രൈബർ കുട്ടിയുണ്ട്, അശ്വതി സോമൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പുള്ളിക്കാരിയാണ് എനിക്ക് എന്നോട് പറഞ്ഞത്. ഞാൻ കഴിഞ്ഞ ദിവസം 1 പോട്ട് ചിക്കൻ സ്റ്റു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ, ഷോർട്ട് വീഡിയോ. അപ്പോൾ അത് കണ്ടപ്പോൾ ആ കുട്ടി മെസ്സേജ് അയച്ചു എനിക്ക്, ചേച്ചി ഞാൻ മുട്ട റോസ്റ്റ് ഇങ്ങനെയാണ് ചെയ്യുന്നത്, ചേച്ചിയുടെ റെസിപ്പി കണ്ടതിന് ശേഷം എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം തോന്നിയത്. അപ്പോൾ താങ്ക് യു അശ്വതി. ഇങ്ങനെ ഒരു റെസിപ്പി എനിക്ക് മറന്നു കിടക്കുന്നൊരു സംഭവം മുട്ട റോസ്റ്റ് ഇങ്ങനെ ചെയ്യാന്ന് പറഞ്ഞു തന്നതിൽ. അപ്പോൾ എന്തായാലും ഇവിടെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. 2 പ്രാവശ്യം ഉണ്ടാക്കി, ജാൻ ചേട്ടൻ അപ്രൂവ് ചെയ്തു. അപ്പോൾ നിങ്ങളും തയ്യാറാക്കി നോക്കൂ കേട്ടോ. ഇത് കുറച്ച് എരിവുണ്ട്. അതേസമയം ഇപ്പം നിങ്ങൾക്ക് അത്ര സ്പൈസി ആവണ്ടെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ നല്ല മുളക് പൊടിക്ക് പകരമായിട്ട് 3/4 ടീസ്പൂണോ 1/2 ടീസ്പൂണോ ഇട്ട് കൊടുത്താൽ മതിയാവും കേട്ടോ. മുട്ട റോസ്റ്റ് എന്ന് പറയുമ്പോൾ കുറച്ച് എരിവും എവിടെയോ ഒരു ചെറിയ മധുരമൊക്കെ ഉണ്ടെങ്കിലല്ലേ രുചി ഉണ്ടാവുള്ളൂ. അപ്പോൾ നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കാം നമുക്ക്. ചെറിയ ചാറോട് കൂടി ഇരിക്കുന്ന സമയത്ത് തന്നെ ഞാൻ ഇതിലോട്ട് മുട്ട പുഴുങ്ങിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് വരഞ്ഞതാണേ. ഇപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഹാഫായിട്ട് മുറിച്ചിട്ട് ഇട്ട് കൊടുക്കാം. ചിലർ മുട്ട ഒന്ന് ഷാലോ ഫ്രൈ ചെയ്യാറുണ്ട്, പക്ഷെ ഞാനത് പ്രിഫർ ചെയ്യുന്നില്ല. ഷാലോ ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ മുട്ടയുടെ സോഫ്റ്റ്നെസ് അങ്ങ് പോയി ഒരുമാതിരി കട്ടിയായിട്ടൊരു സുഖമില്ലാത്ത പോലെയാണ്. അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യാറില്ല കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ മുട്ട ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്യാം, ഒരു ഇച്ചിരി മുളക് പൊടിയോ ഒക്കെ ഇട്ടിട്ട്. പക്ഷെ ഞാൻ ചെയ്യാറില്ല. അപ്പം ഇതിൽ കിടന്ന് ഇങ്ങനെ ആകുമ്പോഴേക്കിന് ഇതിൽ കളർ പിടിച്ചോളും. ചിലവർക്ക് ഈ മുട്ടയുടെ കളർ വെള്ള കളർ ബുദ്ധിമുട്ടാന്ന് തോന്നുന്നവർ അങ്ങനെ ചെയ്തോളൂ കേട്ടോ. അപ്പം ഇതിലിങ്ങനെ കിടന്ന് നന്നായിട്ട് വരട്ടിയെടുക്കും. നമ്മൾ ഈ ഒരു പരിപാടിക്കുന്ന സമയത്ത് ഞാൻ 1 ടേബിൾ സ്പൂണും കൂടെ വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട് കേട്ടോ. അത് നിർബന്ധമൊന്നുമില്ല, പക്ഷെ വെളിച്ചെണ്ണ ഒഴിക്കുമ്പോഴാണ് നമ്മുടെ മറ്റേ നോർമലായിട്ടുള്ള മുട്ട റോസ്റ്റിൻ്റെ ടേസ്റ്റ് കിട്ടുക കേട്ടോ. കാരണം ഈ റോസ്റ്റ് ആവുന്നതിലാണ് ഇതിൻ്റെ ടേസ്റ്റ് ഇരിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞില്ല, നമ്മൾ കണ്ടിന്യൂസ് ആയി ഇളക്കൊന്നും വേണ്ട, നമ്മൾ വേറെ പണികളൊക്കെ ചെയ്യാം, അതവിടെ ഇരുന്ന് ശരിയായിക്കോളും. അപ്പോൾ നമ്മുടെ മുട്ട റോസ്റ്റ് അന്തിമഘട്ടത്തിലോട്ട് പ്രവേശിച്ചിരിക്കുകയാണ് കുട്ടികളെ. എത്ര മതി, ഞാൻ ടേസ്റ്റ് നോക്കിയപ്പോൾ എല്ലാം പെർഫെക്റ്റ് ആണ്. അപ്പോൾ ഞാൻ ഓഫ് ചെയ്യാണേ. ഫൈനലി നമുക്ക് എന്ത് ചെയ്യണം, ഇപ്പം ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഇപ്പം ഇത്ര ആയിട്ട് റോസ്റ്റ് ആയിട്ട് വേണ്ടാന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ചൂടുവെള്ളം ഒഴിക്കുക, അല്ലെങ്കിൽ കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, ഒരു സെമി ഗ്രേവി ആക്കിയിട്ട് നമുക്ക് എടുക്കാം. ഈ ഒരു രീതിയിലാക്കിയതിന് ശേഷം മാത്രം അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഒരു പച്ച ടേസ്റ്റ് ഉണ്ടാവും. അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ഞാൻ പിന്നെ ചേച്ചി പറഞ്ഞില്ല എന്ന് പറയരുത് കേട്ടോ. രുചിയും നല്ല സൂപ്പറായി വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഫൈനലി ഞാൻ എന്താ ചെയ്യാൻ പോണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്ഷനിലാണ്. ഞാൻ എന്നും ചെയ്യാറുള്ള പോലെ തന്നെ കുറച്ച് തക്കാളിയുടെ പീസസ്, അതായത് ഇതിൻ്റെ ഉള്ളിലത്തെ ഫ്ലഷ് എല്ലാം കളഞ്ഞിട്ട് തക്കാളി മാത്രം കട്ട് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഒരു പ്രത്യേക ടേസ്റ്റാണ് അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ. അത് കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റ്. എനിക്ക് അങ്ങനെ നല്ല ഇഷ്ടമാണ്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി. അതുപോലെ തന്നെ 2 പച്ചമുളക് വെറുതെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. പിന്നെ നല്ല കറിവേപ്പില. ഇനി വെളിച്ചെണ്ണ വേണമെന്ന് നിർബന്ധമില്ല. ഇത്രേ ഉള്ളൂ നമ്മുടെ ഈസി പീസി ആയിട്ടുള്ള മുട്ട റോസ്റ്റ്. അപ്പം ഇത്ര എളുപ്പമാണ് നമ്മുടെ ഈസി പീസി ആയിട്ടുള്ള മുട്ട റോസ്റ്റ്. ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ വഴറ്റേണ്ട, അവസാനം ഈ വെള്ളം ഒന്ന് വറ്റിച്ചെടുത്തിട്ട് ഇതേപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. അതും കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കാൻ നിൽക്കൊന്നും വേണ്ട. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി. നമ്മുടെ പണികളൊക്കെ അപ്പുറത്ത് ബാക്കിയുള്ള പണികളൊക്കെ നടത്തുന്ന കൂട്ടത്തിൽ കൂടെ ഇടയ്ക്ക് ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. അടി പിടിക്കാൻ ശ്രദ്ധിക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ യെസ്, നമ്മുടെ സൂപ്പർ ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള മുട്ട റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഞാനൊരു വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. വളരെ എളുപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, അങ്ങനെ ഒരു കഷ്ടപ്പാടില്ലാത്ത റെസിപ്പിയാണ്. നിങ്ങൾ ഉണ്ടാക്കി നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതേസമയം നമ്മുടെ നോർമൽ മുട്ട റോസ്റ്റിന്റെ ഏകദേശം ടേസ്റ്റ് വരികയും ചെയ്യും. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കണേ. അപ്പോൾ ഞാൻ നമ്മുടെ മുട്ട റോസ്റ്റ് സെർവ് ചെയ്യാൻ പോകുന്നത് അടിപൊളിയായിട്ടുള്ള ഇടിയപ്പത്തിന്റെ കൂടെയാണ് കേട്ടോ. അപ്പോൾ ഇടിയപ്പത്തിന്റെ കൂടെ ബെസ്റ്റ് കോമ്പിനേഷൻ ആണ്, നിങ്ങൾക്ക് അറിയാലോ. അതുപോലെ തന്നെ അപ്പം, അതായത് പാലപ്പം. പിന്നെ ഞാൻ കൊടുക്കാറുള്ളത് നല്ല അടിപൊളി ചപ്പാത്തിയുടെ കൂടെയാണ്. ചപ്പാത്തിയുടെ കൂടെ മുട്ട റോസ്റ്റ് സൂപ്പർ കോമ്പിനേഷൻ ആണ്. നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. അല്ലെങ്കിൽ പൊറോട്ട ഞാൻ പിന്നെ ലീസ്റ്റ് പ്രിഫർ ചെയ്യുന്ന സാധനമാണ് പൊറോട്ട. പക്ഷെ ഇതിൻ്റെ കൂടെയൊക്കെ സൂപ്പറാണ്. അപ്പോൾ ഞാനിപ്പോൾ സർജറി ചെയ്തതിന് ശേഷം ഇടിയപ്പം ഉണ്ടാക്കാറില്ല, ഞാൻ പുറത്തുനിന്നാണ് വാങ്ങിക്കാറുള്ളത്. നല്ല സൂപ്പറായിട്ടുള്ള ഇടിയപ്പമാണ് ഇത്. ശരവണയുടെയാണ്. അപ്പോൾ നമ്മൾ ശരവണയുടെ കുറേ ബ്രാൻഡ് ഉണ്ട്. ഞാൻ ശരവണ വാങ്ങിക്കാറില്ല. ഞാൻ കുറേ ബ്രാൻഡ് വാങ്ങിച്ച് നോക്കിയാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ശരവണയാണ്. ഇടിയപ്പത്തിൻ്റെ തട്ടിൽ വെച്ചിട്ട് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കും. ഒരു 10 മിനിറ്റോളം സ്റ്റീം ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ സോഫ്റ്റ് ആയിട്ടുള്ള ഇടിയപ്പം കിട്ടും. ഞാൻ ഇത് പ്രൊമോഷൻ അല്ല കേട്ടോ, ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രമല്ല. ഇപ്പോൾ ഒരുപാട് പേർക്ക് ഈ കൈ കൊണ്ടൊക്കെ ബുദ്ധിമുട്ടുള്ളവർക്ക് ചെയ്യാൻ പറ്റുന്നൊരു സംഭവമാണ്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. നമ്മുടെ ഈസി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള മുട്ട റോസ്റ്റ്. ഞാൻ പറഞ്ഞ പോലെ ഈ ചെറിയ ചെറിയ പോയിന്റ്സ് ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നോർമലായി ഉണ്ടാക്കുന്ന മുട്ട റോസ്റ്റിന് കടുത്ത് കിട്ടുന്ന ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ വീണ ചേച്ചിയുടെ ഇതുപോലെ പുതിയ റെസിപ്പീസും ഈസി റെസിപ്പീസും വേണമെന്നുണ്ടെങ്കിൽ വീണാസ് കറിവിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക, നമ്മളിന്ന് സപ്പോർട്ട് ചെയ്യുക, കമൻറ്റും ചെയ്യാൻ മറക്കില്ല എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് വരുന്നവരെ
നന്ദി, നമസ്കാരം. താങ്ക് യു. നിങ്ങൾ എത്ര പേരാണ് ഈ സൈഡിലുള്ള മസാല കഴിക്കാറുള്ളത്? എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യം, നമ്മളിപ്പോൾ മുട്ട റോസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാലും ഇപ്പോൾ പാത്രത്തിലാണെങ്കിലും കുക്കറിലാണെങ്കിലും ഒക്കെ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കുന്ന മുട്ട റോസ്റ്റ് എന്ന് മാത്രമല്ല കേട്ടോ, എന്ത് കറിയാണെങ്കിലും പറ്റി പിടിച്ചിരിക്കുന്ന മസാലയ്ക്കാണ് ഏറ്റവും ടേസ്റ്റ് എന്ന് പറയുന്നത്. സ്വർഗ്ഗതുല്യമാണ് ഇതിൻ്റെ ടേസ്റ്റ് എന്ന് ഞാൻ പറയുന്നത് കേട്ടോ. കാരണം അത് വേസ്റ്റ് ചെയ്ത് കളയരുത്. ചിലവർ ഞാൻ കണ്ടിട്ടുണ്ട് ഈ പാത്രത്തിൽ കുറച്ച് ഇതൊക്കെ കളഞ്ഞ് ബാക്കിയൊക്കെ അങ്ങ് കളയും. അത് കാണുമ്പോൾ ഒരു സങ്കടമാണ്. അപ്പം നിങ്ങളത് വേസ്റ്റ് ചെയ്യാണ്ട് ഇപ്പം ഇടിയപ്പം ആണെങ്കിൽ ഇടിയപ്പം കുറച്ചിട്ടിട്ട് ഒന്ന് നന്നായിട്ട് സൈഡിൽ നിന്നൊക്കെ വടിച്ചങ്ങ് കഴിക്കുക. പണ്ട് എൻ്റെ ചെറുപ്പത്തിലൊക്കെ അമ്മയൊക്കെ കായപ്പുഴുക്ക് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമ്പോൾ പണ്ട് ചീനച്ചട്ടിയാണല്ലോ, ആ ചീനച്ചട്ടിയുടെ സൈഡിലൊക്കെ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കും. അപ്പം അമ്മ എന്ത് ചെയ്യും, അതിൽ കുറച്ച് കറിയൊക്കെ എടുത്തതിന് മാറ്റിയതിന് ശേഷം അതിൽ കുറച്ച് ചോറ് ഇട്ടിട്ട് അതങ്ങ് പുരട്ടി അങ്ങ് തരും. ഓ എൻ്റെ സാറേ, പറയാൻ വാക്കുകളില്ല, അതുപോലെ രുചിയാണ് അത്. പിന്നെ അമ്മ തരുന്ന ആ ഉരുളയ്ക്ക് പ്രത്യേക രുചിയാണ്, അത് വേറെ കാര്യം. പിന്നെ പണ്ടത്തെ ഭക്ഷണത്തിന് അതിലേറെ രുചിയാണ്. ഇന്ന് അത്ര രുചിയില്ലെങ്കിലും ഞാനിപ്പോഴും ചെയ്യാറുണ്ട്. ഞാൻ എന്ത് കറി ഉണ്ടാക്കുകയാണെങ്കിലും ലാസ്റ്റ് ഇത് വാഷ് ചെയ്യുന്നതിനേക്കാൾ മുമ്പായിട്ട് കുറച്ച് ചോറ് എന്തെങ്കിലും ഇട്ടിട്ട് ഒന്ന് പുരട്ടി അത് കഴിക്കും. അത് പഴയ കാലത്തിലോട്ടൊരു ഓർമ്മയിലോട്ടുള്ള ഒരു തിരിച്ചുപോക്കുമാണ്. അതുപോലെ തന്നെ എന്താ പറയുക, എനിക്ക് പറയാൻ വാക്കുകളില്ല. നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നോട് കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ. അപ്പം ഇതുപോലെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ വേണ്ടത്. അത് പലരും അത് ചെയ്യുന്നുമില്ല. അപ്പോൾ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാം മക്കളെ. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ നന്ദി, നമസ്കാരം. വൺസ് അഗൈൻ താങ്ക് യു.